എക്സാം റിസൾട്ട് ആണ് ഞാൻ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ കെയർലെസ്നെസ് കൊണ്ട് തന്നെയാണ് പോയത്. സിമ്പിളായിട്ട് മാർക്ക് ഔട്ട് ഓഫ് 40. ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അത്തിൻ്റെ ബ്ലോഗ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്യാമ്പറ്റ് മുന്നിലൊക്കെ നിൽക്കുന്നത്. ഒരു 1 വീക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദിയിലായിരുന്നു അപ്ലോഡ് ചെയ്തത്. മലയാളത്തിൽ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള അത്രയും ടൈം കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ പെട്ടെന്ന് ചെയ്തിരുമായിരുന്നു. ബട്ട് ഇത് ഞാൻ വിചാരിച്ചു മലയാളം പിടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഒത്തിരി മലയാളി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, അവർക്ക് വേണ്ടി ഞാൻ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ പോവാണ്. മെയിനായിട്ട് എൻ്റെ PT1 എക്സാം റിസൾട്ട് ആണ് ഞാൻ റിവീൽ ചെയ്യാൻ മാത്രമൊന്നുമില്ല, എക്സാം റിസൾട്ട്സ് നിങ്ങളായിട്ട് പറയുന്നു. അത് മെയിനായിട്ടുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിന് മുന്നോട്ട് കൊണ്ടുവന്ന കുറച്ച് ഷെഡ്യൂൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് പറയേണ്ടത്. ഷെഡ്യൂള് ഓക്കെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം 10ാം ക്ലാസ്സിലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ 10th ഗ്രേഡിലാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബിസിയാണ്. എക്സാംസും പ്രൊജക്റ്റ് ആക്ടിവിറ്റി വർക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടൈം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് പരിപാടിയായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വെച്ചു. അതിനിടയ്ക്ക് എനിക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെയുള്ളതിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കുറച്ച് ഐഡിയാസൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ആദ്യം നമുക്ക് എക്സാമിൻ്റെ മാർക്സ് നോക്കാം. PT1 ഞങ്ങൾക്ക് ഔട്ട് ഓഫ് 40 ആണ് എക്സാം. ഓക്കെ, PT1 മന്ത്ലി ടെസ്റ്റിൻ്റെ മാർക്സ് ഒക്കെ കിട്ടി. അതിൻ്റെ ഒരു വീഡിയോ കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷേ പറയാൻ സമയമില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ പറയാനില്ല. അപ്പം 40 ഔട്ട് ഓഫ് 40 ഞാൻ പറയാം. PT1 നമുക്ക് ഔട്ട് ഓഫ് 40 ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. സോ ആദ്യം തന്നെ ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ഔട്ട് ഓഫ് 40 ഐ ഗോട്ട് 37. ഗ്രാമറിൽ 3 ക്വസ്റ്റ്യൻസ് കിട്ടി, അങ്ങനെ 3 മാർക്ക്. ബാക്കി റൈറ്റിംഗ് സെക്ഷൻ ക്ലാസ്സിലെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ലെറ്റർ ഇല്ലായിരുന്നു, കാരണം മാഡം അത് പഠിപ്പിച്ചില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് റൈറ്റിംഗ് പാർട്ടില്ലായിരുന്നു, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പാർട്ടില്ലായിരുന്നു, ലിറ്ററേച്ചർ പാർട്ട് എല്ലാം ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ ഗ്രാമർ ഔട്ട് പോയി. പിന്നെ സാൻസ്ക്രിറ്റ് എനിക്ക് ഔട്ട് ഓഫ് 40 39 കിട്ടി. മന്ത്ലി ടെസ്റ്റിന് എവിടെയാണോ പോയത്, ഒരു അൻവയത്തിൻ്റെ ടെസ്റ്റ് ഉണ്ട്, സാൻസ്ക്രിറ്റ് അറിയാം, അൻവയം. ആ അൻവയത്തിൻ്റെ ഇതിൽ ഒരു ഹാഫ് മാർക്ക് 4 ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു. ഹാഫ് ഇച്ച് അങ്ങനെ 2 മാർക്കിൻ്റെ ഇതായിരുന്നു. അതിൽ ഒരെണ്ണം ട്വിസ്റ്റായിട്ട്, അതായത് ഇവിടെ വന്നെടുത്ത് അടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഹാഫ് മാർക്ക് പോയിട്ട് അങ്ങനെ ഒരു മാർക്ക്, ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ SST എനിക്ക് 41 ഉണ്ട്. പേപ്പർ അത്യാവശ്യം എളുപ്പമായിരുന്നു. ഓക്കെ, പിന്നെ സാൻസ്ക്രിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ കെയർലെസ്നെസ് കൊണ്ട് തന്നെയാണ് പോയത്. സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. അത് എൻ്റെ ഭാഗത്തെ തന്നെ മിസ്റ്റേക്കാണ്. അതിനെ ഞാൻ എന്നെ തന്നെ ഞാൻ കുറേ വട്ടമൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ SST സാൻസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു. ഇനി കമ്മിങ് ടു മാത്സ് ഐ ഗോട്ട് 33 ഔട്ട് ഓഫ് 40. ഇതിൻ്റെ ചിലതിൻ്റെയൊക്കെ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്, എന്ന് കാണാൻ പറ്റും. അപ്പം മാത്സ് ഐ ഗോട്ട് 33 ഔട്ട് ഓഫ് 40. ദെൻ അവിടെ എനിക്ക് കെയർലെസ്നെസ്സാണ് പോയത്. A1/80 B1/B അങ്ങനത്തെ 3-4 ക്വസ്റ്റൻസ് ഉണ്ട്. അത് ആദ്യം ഞാൻ കറക്റ്റായിട്ട് എഴുതി. അത് കഴിഞ്ഞ് എനിക്ക് ഒരു കൺഫ്യൂഷനായിട്ട് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് പാരലാം എഴുതി. അത് കഴിഞ്ഞ് എനിക്ക് എന്തോ ഒരു ഇത് വന്നപ്പോൾ ഡൗട്ടായി, റീച്ച് ചെയ്തപ്പോൾ ഡൗട്ടായിട്ട് അതെല്ലാം വെട്ടിക്കളഞ്ഞ് നേരെ തലതിരിച്ച് എഴുതി വെച്ച്. അങ്ങനെ എൻ്റെ മാർക്ക് പോയി. അങ്ങനെ 7 മാർക്ക് പോയി. ഓക്കെ, അങ്ങനെ അത്രയും മാർക്ക് പോയി, 7 മാർക്ക് അങ്ങനെ പോയി. പിന്നെ സയൻസിലും സെയിം 33 എന്നാണ്. ഫിസിക്സിൽ ഫുൾ ഉണ്ട്, 13 ഉണ്ട്. കെമിസ്ട്രിക്കും ബയോളജിക്കും ആണ് മാർക്ക് പോയത്. കെമിസ്ട്രിക്ക് 7 മാർക്കുള്ളൂ ഔട്ട് ഓഫ് 13, 7 മാർക്കും. ബയോളജിക്ക് ഔട്ട് ഓഫ് 14 12.5 ഒരു മാർക്ക് പോയത്. അങ്ങനെ 6 + 1 7 മാർക്ക്. അങ്ങനെ ബയോളജിക്ക് കെമിസ്ട്രിക്കായിട്ട് ഫിസിക്സിന് ഫുള്ളാണ് സയൻസ്. പിന്നെ AI ക്ക് 41 ആണ്. AI എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് എളുപ്പമാണ്. ഓക്കെ, എൻ്റെ Aയുടെ പേപ്പർ ഒരു ഓക്കെ ആയിരുന്നു. എനിക്ക് 41 ആൻഡ് ഇറ്റ്സ് ഗുഡ്. പിന്നെ ഈ മാർക്കെല്ലാം കൂടെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ ഐ ഹാവ് എ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. കുറച്ചും കൂടി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആൻഡ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി സ്കോപ്പ് ഉണ്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. കെയർലെസ്നെസ്സിനാണ് എൻ്റെ പകുതി മാർക്കും കട്ടായത്. ആൻഡ് ടോട്ടൽ AI കൂട്ടാതെ ടോട്ടൽ ഔട്ട് ഓഫ് 200 ഐ ഗോട്ട് 180 സംതിങ്. എനിക്ക് 18 മാർക്സ് പിന്നെ കട്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സാം ഐ തിങ്ക് ഇറ്റ്സ് ഓഫ് 80, ഹാഫ് ഇയർലി ആണല്ലോ. അപ്പം ഇറ്റ് വിൽ ബി ഓഫ് 80 ആൻഡ് ഐ ഹാവ് ടു ഒത്തിരി കഷ്ടപ്പെടാൻ, ഹാവ് ടു വർക്ക് എ ലോട്ട് ആൻഡ് ഐ എം ഓൺ മൈ വേ. അടുത്ത റിസൾട്ട് വീണ്ടും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ള റിസൾട്ട് പറയാൻ പറ്റണേ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ നിങ്ങളുടെ അവിടുത്തെ എക്സാം ഒക്കെ കഴിഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ആൻഡ് ദെൻ കമ്മിങ് ടു ഷെഡ്യൂൾ. ഓക്കെ, ഇനി ഞാൻ യൂട്യൂബിലെ വീഡിയോസ് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ആഴ്ചയിൽ ഒരു വീഡിയോ വീതം അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു കറൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഒരു പ്ലാനർ പോലെ ഉണ്ടാക്കി വീക്കിലി എന്ത് വീഡിയോ ഇടണം എന്നുള്ളൊരു കറക്റ്റ് ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി വീക്കിലി ഒരു വീഡിയോ ഇത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കറൻറ്റ് പ്ലാൻ. പിന്നെ ഈ പരീക്ഷയുടെ ടൈം വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഒരു വീഡിയോ പോലും ഇടാൻ പറ്റില്ലെന്ന് വരും, എഡിറ്റ് വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ ഞാൻ പോസ്റ്റിൽ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഞാനൊരു കമ്മ്യൂണിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തായാലും നിങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ആൻഡ് ദെൻ ഫ്രീ ആയിട്ടുള്ള ഇതിലാണെങ്കിൽ ഒരു ദിവസം 2-3 വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ ഷെഡ്യൂൾ. അപ്പോൾ ഞാൻ പറയാനുള്ള 3 കാര്യങ്ങളും പറഞ്ഞു. എക്സാമിൻ്റെ റിസൾട്ട്സ് ഞാൻ പറഞ്ഞു, ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു. ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആൻഡ് നിങ്ങളുടെ സ്കൂൾ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. സോ കാണാം, അതുവരേക്കും ബൈ ബൈ, സീ യു.